ഞാൻ ഹസ്ബൻഡുമായിട്ട് ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു. അന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഇവിടുന്ന് പോയത്. മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിൽ ആദ്യത്തെ നിയോഗം വെച്ചത് പോകാനുള്ള പൈസ റെഡിയാവാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് പോകാൻ 20 ലക്ഷം രൂപയായിരുന്നു ആവശ്യം. ഞങ്ങളൊരു ആവറേജ് ഫാമിലിയാണ്, അധികം സാമ്പത്തിക ഒന്നുമില്ല. ഹസ്ബൻഡിന് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും ലക്ഷം രൂപ പെട്ടെന്ന് റേസ് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കൊളാട്രൽ വെച്ച് പ്രോപ്പർട്ടി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ അന്വേഷിച്ചു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്ഥലം വെച്ച് എടുക്കാൻ പറ്റില്ല, നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞാൻ അവിടുത്തെ പ്രോപ്പർട്ടി വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളുടെ പ്രോപ്പർട്ടി അപ്പച്ചൻ മരിച്ചുകൊണ്ട് എൻ്റെയും ചേച്ചിയുടെ അമ്മയുടെ പേരിലാണ് കിടന്നിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ അനുവാദം വേണമായിരുന്നു എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. അവളുടെ വീട്ടിലൊന്നും സമ്മതമല്ലായിരുന്നു. അങ്ങനെ അവരുമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അത് കാരണം അതെല്ലാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിരുന്നു. പിന്നീട് അങ്ങനെ ലോണിൻ്റെ കാര്യമെല്ലാം സംസാരിച്ച് കിട്ടാതായപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഇത്രയും പൈസ നമുക്ക് റേസ് ചെയ്യാനില്ല, നമുക്കിത് മാറ്റി വെക്കാം, നമുക്ക് പോകണ്ടെന്ന് വെക്കാം എന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് വല്ലാത്ത സങ്കടമായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും അറിയുന്നവരോടെല്ലാം കടം ചോദിക്കാമെന്ന് കരുതി ഒരുപാട് പേരോട് നമ്മൾ കടം ചോദിച്ചു. മാതാവിൻ്റെ കൃപയാൽ ഒരുപാട് പേര് നമുക്ക് പൈസ തന്നു. എന്നാലും പിന്നെയും നമുക്ക് പൈസ 20 ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് പറയുന്നത് 2 മാസത്തിനുള്ളിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങൾ പിന്നെ എനിക്ക് സങ്കടം വന്ന് ഞാൻ ഫോണിൽ ഒന്ന് രാത്രി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ യൂണിയൻ ബാങ്കിൽ നിന്ന് ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഹസ്ബൻഡ് അന്ന് രാവിലെ ബാങ്കിലോട്ട് പോയി. ഞാനപ്പോൾ വീട്ടിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ലോൺ പാസ്സാവാൻ വേണ്ടി. അവിടെ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു 7.5 ലക്ഷം രൂപ വരെ നമുക്ക് കൊളാട്രൽ വെക്കാതെ ലോൺ പാസ്സാക്കി തരാമെന്ന്. ആ പൈസ നമുക്ക് കിട്ടുവാണെങ്കിൽ വേറെ ആരുടെയും കാല് പിടിക്കാതെ കടം വാങ്ങാതെ നമുക്ക് പോകാമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരാഴ്ച കൊണ്ട് എനിക്ക് ആ പൈസ റെഡിയായി. പിന്നെ പക്ഷേ 7.5 ലക്ഷം എന്നുള്ളത് 3.5 ലക്ഷം മാത്രമാണ് നമുക്ക് ആദ്യത്തെ ഇയറിൽ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെയും പൈസ നമുക്ക് പിന്നെയും ആവശ്യമുണ്ട്. ഒരു 3.5 ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിലേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും നമുക്ക് നമ്മുടെ ബാക്കി ചിലവിനെല്ലാം പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അവിടെ ഫിനാൻസ് തരുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചു. അവർ ബാങ്ക് പോലെ നമുക്ക് ലോൺ പോലെ പലിശയ്ക്ക് പൈസ തരും. അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ആദ്യം തരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അപ്പച്ചനില്ല, മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ.